ലാലിനെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. ലാല് അങ്ങനെയുള്ള റോള് കിട്ടിയപ്പോൾ അത് ശരിക്ക് ആർമാദിച്ചിരിക്കുകയാണ്. നമ്മൾ ഒറ്റയാൻ എന്നൊക്കെ കേട്ടില്ലേ, ഒരു ഒറ്റയാൻ വരുന്ന പ്രീതിയാണ് നമുക്ക് ആ സിനിമയിൽ കാണുന്നത്. ശരിക്ക് അങ്ങനെ ആർമാദിച്ച് അഭിനയിച്ചിരിക്കുകയാണത്, ഒരു വിലക്കുകളുമില്ലാതെ. തമാശയ്ക്ക് തമാശ പറയുന്നുണ്ട്. സെൻറ്റിമെൻറ്റ്സ് രംഗങ്ങൾ വരുമ്പോൾ പ്രേക്ഷകരായ നമ്മുടെ കണ്ണുകൾ പോലും നിറഞ്ഞു പോകുന്നത് കാണുന്നില്ലേ? ആ കണ്ണുകൾ നിറയ്ക്കാൻ ഒരവസരം കൊടുക്കുമ്പോൾ തന്നെ ആണുങ്ങൾ ഇങ്ങനെ കരച്ചിൽ വരുമ്പോൾ പെണ്ണുങ്ങൾ എങ്ങനെയായിരിക്കും കരയുക എന്നുള്ള ഒരു കൂട്ടൽ കരച്ചിലിൻ്റെ രംഗമുണ്ടാക്കാൻ പോലും മോഹൻലാലിന് സാധിച്ചെങ്കിൽ അത് ഈ സിനിമയുടെ വൻ വിജയം തന്നെയാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കും, കഴിഞ്ഞ ഏതാനും സിനിമകൾ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, മോഹൻലാലിൻ്റെ എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ട്, മോഹൻലാൽ അഭിനയം നിർത്താൻ പോകുന്നതല്ലേ എന്ന് ചോദിച്ചവരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒറ്റ മറുപടിയാണ്, നിങ്ങൾ തുടരും കാണൂ, അതിൽ വിലയിരുത്തൂ മോഹൻലാൽ ആരാണ്, മോഹൻലാൽ എന്തു ചെയ്തു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ശോഭന കൂടി ഉണ്ടായിട്ടില്ലേ എന്നുള്ളത്. ശോഭന മോഹൻലാൽ 55 സിനിമയിൽ സൂപ്പർ ഹിറ്റാക്കി മാറ്റിയിട്ടുണ്ട്. നല്ല ജോഡി തന്നെയാണ്. ഈ സിനിമയിൽ ഒരു ഉണ്ട്. പക്ഷേ ഉണ്ടെങ്കിലും ശോഭനയ്ക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പലരും പറയുന്നത്. മോഹൻലാലിൻ്റെ ഭാര്യയായി നിന്നും കൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടതെല്ലാം ശോഭനയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്.